താരസംഘടന അമ്മയുമായിട്ടുള്ള വാർത്ത തന്നെയാണ് കേട്ടോ. ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, അംഗങ്ങളും കണ്ടിട്ടുണ്ട്, താരസംഘടന അംഗങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ 2 ചോദ്യങ്ങൾ പ്രസക്തമാണ്. ആ ചോദ്യങ്ങളെ ഉന്നയിക്കുന്നു. വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പല അംഗങ്ങളും എന്നെ വിളിച്ചവരുണ്ട്, ഞാനുമായിട്ട് സംസാരിച്ചവരുണ്ട്. ഈ വാർത്താ സമ്മേളനം ഒരു സംഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നവരുമുണ്ട്. അതിനുദാഹരണമായി പറഞ്ഞ് ഷമ്മി തിലകനെ പുറത്താക്കിയവർ, ഇത്തരമൊരു പ്രശ്നമുണ്ടായപ്പോൾ ഷമ്മി തിലകനെ പുറത്താക്കിയവരാണ്. അതിനുശേഷം വലിയ ആരോപണങ്ങൾ പലതും പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. അന്ന് ഷോക്കേസ് നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തതാണ് അന്നത്തെ ഭരണസമിതി. ഇന്ന് ഭരണസമിതി ഇല്ല എന്നും പറയുന്നു, ഉണ്ട് എന്ന് പറയുന്നു, കോടതിയിൽ ഉണ്ട് എന്ന് പറയുന്നു, ഇവിടെ ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനം സംഘടനാ വിരുദ്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആണോ എന്ന് സ്വയം ചിന്തിക്കുക, അംഗങ്ങൾ ചിന്തിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. എന്നോട് ചോദിച്ചതുകൊണ്ട് സംഘടനാ വിരുദ്ധമാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചുരുക്കത്തിൽ ഞാൻ വിവരിക്കാം. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് നടത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലൂടെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മക്കവിട്ട് പറയുന്നു. ഇതിന് മുമ്പും പറഞ്ഞവരുണ്ട്, ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ജനറൽ ബോഡി അത്രയും സീക്രട്ടാണ്, അത് പുറത്ത് പറയലെന്നൊക്കെയാണ് നിയമമുള്ളത്. പക്ഷേ അതിൽ നിന്ന് വാർത്ത ചോർന്ന് കിട്ടി. വാർത്ത ചെയ്യുമ്പോൾ വാർത്ത ചെയ്യുന്നവർക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളൊക്കെ അവിടെ ഇരുന്ന് പത്രസമ്മേളനത്തിന് ഞാൻ ഇന്ന് കണ്ടു. എനിക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചാൽ അവിടെ പത്രസമ്മേളനത്തിന് അപ്പോൾ അവർക്കൊക്കെ പറയാം, നമുക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. ഇവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാൻ തന്നെയാണ് നിൽക്കുന്നത്, ഇനിയും കൊടുക്കും, കിട്ടുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് വാർത്ത ചെയ്തിരുന്നു. അന്ന് മാലാപാർവതി എന്നൊരാൾ പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഉഷാസീന അത് എതിർത്തു, പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇവരെല്ലാം ഇപ്പോൾ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ സന്തോഷമാണ്. സംഘടനയ്ക്ക് വേണ്ടി ഇവരെല്ലാം ഒന്നിക്കുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമാണ്. സംഘടനയ്ക്ക് വേണ്ടി ആയിരിക്കണം, വ്യക്തി താല്പര്യത്തിനാകരുത് എന്നും കൂടെ പറയുന്നുണ്ട്. വ്യക്തി താല്പര്യത്തിനല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാകുന്നത് സംഘടനയ്ക്ക് വേണ്ടിയാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇനിയും അവർ തുടർന്നു പോകട്ടെ എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ കാര്യങ്ങളിലേക്ക് ചെയ്യാം. സ്ത്രീകൾ നേതൃത്വ നിരയിൽ വരാൻ പോരാടിയവരാണ് ഞങ്ങളെന്ന് ഉഷാസീന പറയുന്നുണ്ട്. 4 പേര് വ്യക്തിഹത്യയ്ക്ക് വിധേയരായവരാണ്, അവരാണ് പത്രസമ്മേളനം നടത്തുന്നതെന്ന് പറയുന്നു. നേതൃത്വത്തിൽ കുറുക്ക് വഴിയിലൂടെ എത്തി അവരെ, പക്ഷേ എല്ലാവരും അംഗീകരിച്ചു. അധികാരമോഹവും ഈഗോയും കള്ളക്കളിയും ചെളിവാരി എറിയലും ഈഗോയും അൻസിബയെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അൻസിബയെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തി, ഞാൻ ഇന്നാൾ ചോദിച്ചു, അൻസിബയെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമാണ്. അതെനിക്ക് കൃത്യമായി അറിയാവുന്നവരാണ്. അന്ന് അൻസിബയെ തുടക്കം മുതൽ ഒറ്റപ്പെടുത്തിയവർ ആരൊക്കെയാണ് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ടിനി ടോമിൻ്റെ വിഷയത്തിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പറയും ടിനി ടോമിന് സപ്പോർട്ട് അല്ല. അന്ന് അൻസിബയെ ഒറ്റപ്പെടുത്തിയവർ ആരൊക്കെയാണ്? അന്ന് സഞ്ജീവനി പദ്ധതി അൻസിബയിൽ നിന്നും മാറ്റാൻ ആരൊക്കെ കൂട്ടി നിന്നു? അതിനെതിരെ അൻസിബയുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ പൊട്ടിക്കറിഞ്ഞു. അത് അൻസിബയ്ക്കെതിരെ ആരാണ് ആരോപണം ഉന്നയിച്ചതെന്നൊക്കെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ ഇരുന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തുടക്കം മുതൽ അൻസിബ ഒറ്റപ്പെടുത്തുക തന്നെയായിരുന്നു. അത് പല രീതിക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അനൂചന്ദ്രൻ അനൂപിന് അൻസിബയെ അപകീർത്തി വിടുന്ന വീഡിയോ തയ്യാറാക്കിയിരുന്നു. അന്ന് വലിയ വാർത്തയെ, അന്ന് അൻസിബ കേസിൽ പോയതാണ്. അന്ന് അൻസിബയ്ക്ക് നീതി ലഭിച്ചില്ല. കേസിൽ പോയപ്പം ആരും അൻസിബയെ സഹായിച്ചില്ല. അമ്മയിൽ നിന്ന് പോലും ആരും അൻസിബയെ സഹായിച്ചില്ല എന്ന കാര്യം എനിക്കറിയാവുന്നതാണ്. ഷേത പറഞ്ഞപ്പോൾ നന്നായിപ്പോയി എന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. ഷേതയോട് എന്ന് പറഞ്ഞപ്പോൾ നന്നായിപ്പോയി എന്നാണ് ഷേത പറഞ്ഞതെന്ന് പറയുന്നു. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അൻസിബ വന്ന് നീതിക്ക് വേണ്ടി കാക്കനാട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. പരാതിയിൽ സ്ലിപ്പ് മാത്രം കിട്ടി. പിന്നീട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തു. അതിനുവേണ്ടി അൻസിബ ആർക്ക് വേണ്ടിയാണ് ഇരയായോ അവർ പോലും സഹായിക്കാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നത്. പിന്നെ വിശ്വാസത്തോടെ സംസാരിച്ച സംഭാഷണം പുറത്തുവിട്ടു. സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടത് ക്രൈം. ഷേത പറയുന്ന പല ഭാഗങ്ങളും കട്ട് ചെയ്താണ് പുറത്തുവിട്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ നടക്കാറുണ്ട് എന്ന് പറയാണ്. പക്ഷേ ഒരു MLA ആണ് പിഷാരടി എന്ന കാര്യം ഓർമ്മയിൽ വേണമായിരുന്നു. ഒരു സാധാ അംഗമല്ല. അത് പിഷാരടിക്ക് വേദന, അതുകൊണ്ട് തന്നെയാണ് പിഷാരടി രാജിവെച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാതെ കോടതിയിൽ പോയെങ്കിലും കോടതിയിൽ പോയി നീതി ലഭിക്കാനൊക്കെ അറിയും. പക്ഷേ ഇതെല്ലാം പിഷാരടിയുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്. എന്തിനാണ് പിഷാരടി ഇത് ഈ ഭാരം ചുമക്കുന്നതിലേക്ക് രാജിവെച്ചെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൻസിബ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ പ്രസിഡൻ്റായ കമ്മിറ്റി ഹഡോക്ക് സമിതിയായി പ്രവർത്തിച്ചു.
ജനറൽ ബോഡി ചേരാനുള്ള പ്രതിസന്ധി പരിഗണിച്ചാണ് അന്ന് അങ്ങനെ തീരുമാനിച്ചത്. ആ കമ്മിറ്റി സാമ്പത്തിക ആരോപണം നേരിട്ടിരുന്നില്ല. സാമ്പത്തിക ആരോപണം നേരിട്ടുന്നവരെ എങ്ങനെ തുടരാൻ അനുവദിക്കും? ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന റോണി ഡേവിഡ്, ആശ അരവിന്ദ് ഹഡോക് കമ്മിറ്റിയിലുമുണ്ട് എന്നും പറയുന്നു. കറക്റ്റാണ്, അവരെ സഞ്ജീവനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അന്ന് ആ ഹഡോക് കമ്മിറ്റി എങ്ങനെയാണ് 2 നീതി എന്ന് ശ്വേതാ മേനോൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് അൻസിബ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ ബോഡിയിലെ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞില്ല. മറുപടിക്ക് അവസരം നൽകാതിരിക്കാൻ ശ്രമിച്ചു. ചോദ്യങ്ങളോട് ശ്വേത ശോഭിച്ചു. ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായി, ആരും അശ്ലീലം പറഞ്ഞിട്ടില്ല എന്ന് ഉഷാസീന പറയുന്നു. പിന്നെ മാലാ പാർവതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഗൗരവം തന്നെ ഉള്ളതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അദാനിയുടെ 15 കോടി അമ്മയ്ക്ക് കിട്ടാനിരിക്കുകയായിരുന്നു എന്നും BJP നേതാവ് പറഞ്ഞുവെന്ന് മാലാ പാർവതി പറയുന്നു. അത് തെളിവ് സഹിതമാണ്. ഞാനും ആ വീഡിയോ കണ്ടാണ്. അത് മാലാ പാർവതിയുടെ ആരോപണം കൃത്യമാണ്. അത് വലിയ ഗുരുതരമായ സംഭവമാണ്. അത് തെളിവ് സഹിതമാണ്, ആരോപണമായിട്ടല്ല, തെളിവ് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്വേത ഇടപെട്ട് പണം കിട്ടുമെന്ന് ആ നേതാവ് പറഞ്ഞു. പത്മജ എസ് മേനോനാണ് ഇക്കാര്യം പറഞ്ഞത്. കോർപ്പറേറ്റുകളുടെ 15 കോടി അമ്മയ്ക്ക് വേണ്ട. അമ്മയിൽ അംഗമല്ലാത്ത BJP നേതാവ് ഇക്കാര്യം എങ്ങനെ പറയുന്നു? അതൊരു ഗുരുതരമായ ഒരു സംഭവമാണ്. അത് കൃത്യമായിട്ട് ശ്വേതാ മേനോനാണ് മറുപടി പറയേണ്ടത്. ശ്വേതാ മേനോൻ മറുപടി പറയുമെന്ന് നോക്കാം. 4 പേരെ മതം മാറ്റാൻ അൻസിബ ശ്രമിച്ചു എന്ന് ശ്വേത പറഞ്ഞു. വലിയ ആരോപണമാണ്. അതങ്ങനെ മാലാ പാർവതിയോട് ശ്വേത പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലാ പാർവതി തെളിയിക്കേണ്ടതാണ്. താൻ പുറത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ നിന്നും പുറത്താക്കുമെന്ന് ശ്വേത പറഞ്ഞു. കലാകാരന്മാർക്കിടയിൽ ധ്രുവീകരണം നടത്തുന്നവർ അല്ല ഭരിക്കേണ്ടത്. ജനറൽ ബോഡിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ ഇറങ്ങി ഓടി. രാഷ്ട്രീയത്തോട് ഐത്തമില്ല. വർഗീയവൽക്കരണം ശ്രമങ്ങൾ മുളയിൽ നുള്ളാൻ ശ്രമിച്ചു. പിഷാരി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണ്. ഇത് ഒരു വലിയ ഗുരുതര ആരോപണമാണ്. അങ്ങനെ ശ്വേത പറഞ്ഞിട്ടുണ്ടെന്ന് മാലാ പാർവതിയോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അത് മാലാ പാർവതി ഇനി തെളിയിക്കേണ്ട ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നീണ്ടു പോകുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അൻസിബ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസിൽ നൽകിയ പരാതികൾ താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചു. എന്നിട്ട് FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. തൂഫാനൊപ്പം ഇക്കാര്യവും ശ്രദ്ധിക്കണം. ആഭ്യന്തരമന്ത്രി അന്വേഷിക്കണം. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നതിൽ അത്ഭുതം. പരാതികൾ നടപടിയെടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇത് ഒരു വലിയ ആരോപണമായിട്ട് അൻസിബ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്താസമ്മേളനം നടത്തിയ കമ്മീഷനെതിരെയും അൻസിബ പറയുന്നത് അൻസിബനെ അത്ഭുതപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അൻസിബ നിർത്തുന്നത്. ചില കാര്യങ്ങൾ വലിയ കൃത്യതയോടു കൂടിയാണ് ഇവർ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയത് ചില കാര്യങ്ങൾ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തിയതെന്ന് എനിക്ക് സ്വയം തോന്നിയത് കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവരെല്ലാവരും പറഞ്ഞതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ എല്ലാ ചാനലിലും നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ചെറിയ കാര്യങ്ങൾ നമുക്ക് പ്ലേ ചെയ്ത് കാണാം. പ്രേക്ഷകർ അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പലപ്പോഴായി ആ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുകയും ഞങ്ങളെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത, അങ്ങനെ അത്തരം അപമാനങ്ങൾ കേൾക്കേണ്ടി വന്ന 4 പേരാണ് ഞങ്ങൾ. ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ. അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാകുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നും ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും 2 ചേരിയിലായിട്ട് നിന്ന് 2 പേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ 2 പേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അൻസിബയെ കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ തരത്തിൽ ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ സീനിയറായിട്ടുള്ളൊരു ലേഡി ആർട്ടിസ്റ്റാണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണം അതിനൊന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞത്
എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അൻസിബയെ കുറിച്ച് വ്യക്തികളോട് പേഴ്സണലായിട്ട് പോക്കറ്റിൽ ഈ കുട്ടി മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് വിളിച്ച് പറഞ്ഞ കാര്യം പറയാം. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്വോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്വോ കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡ്വോ കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡ്വോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡ്വോ കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. അവർ വന്നപ്പോൾ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. അവിടെ ആരും ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല. വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും പണം കിട്ടുമായിരുന്നു 15 കോടി എന്ന് ഒരു BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷ സംസ്ഥാന നേതാവ് സംസാരിക്കുന്നത് അത്ഭുതത്തോടെ ഞങ്ങൾ കേൾക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയാത്ത കാര്യം. അത് 2020 കാൻഡിഡേറ്റ് ആയിരുന്ന ലക്ഷ്മി പ്രിയ അവിടെ വിളിച്ച് പോക്കറ്റ്സിൽ വിളിച്ചിട്ട് ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് നമുക്ക് അദാനിയുടെ പൈസ വരുന്നുണ്ട് എന്ന് പറയുന്നതായും കേട്ടിട്ടുണ്ട്. പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയാ, എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ പറഞ്ഞു ബാബുരാജ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോയപ്പോ പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു. അവര് ഇതിലെ പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടോ. ഫുൾ വീഡിയോ നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാലാ പാർവതി എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. അത് വലിയ രീതിക്ക് ഇവിടെ ഒരു സാറ്റലൈറ്റ് ചാനൽ ആഘോഷിക്കുകയും ചെയ്തു. ആ സാറ്റലൈറ്റ് ചാനൽ റിപ്പോർട്ടറെ പേരെടുത്ത് വെച്ചെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ജനറൽ ബോഡിക്ക് അവിശ്വാസ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു. അപ്പോൾ അത് അവിശ്വാസ പ്രമേയം അത് നിലനിൽക്കില്ല എന്ന് മാലാ പാർവതി പറഞ്ഞു എന്നും അത് 21 ദിവസം മുമ്പ് കൊടുത്താലും നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞുവെന്നും അപ്പം അവിശ്വാസ പ്രമേയം നിലനിന്നിട്ടില്ല, അവിശ്വാസ പ്രമേയം പാസ്സായിട്ടില്ല എന്നത് ഒരു സത്യമായ കാര്യം ഇന്ന് മാലാ പാർവതി പറയുകയും ചെയ്തു. പിന്നെ മാലാ പാർവതി പറഞ്ഞു ഒരു കാര്യം കൂടെ എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം. എനിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ എൻ്റെ ചാനലിൽ നിന്നും ഞാൻ പറഞ്ഞു മാലാ പാർവതിയും കുക്കു പരമേശ്വരൻ മാലാ പാർവതിക്ക് CCTV ദൃശ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാലാ പാർവതി പറയുകയും ചെയ്തു. മാലാ പാർവതി പറഞ്ഞത് ഇപ്രകാരമാണ്. ഒന്ന് കേട്ടു നോക്കുക. മാലാ പാർവതി പറഞ്ഞത് കൃത്യമായി ഒന്ന് കേട്ടു നോക്കുക. ഞാനാണെങ്കിൽ CCTV വിഷ്വൽ മോട്ടിച്ചു കൊടുത്തെന്ന് ജനറൽ സെക്രട്ടറി പ്രസിഡന്റിനും കൂടെ പറയുന്നു. ശ്വേത മേനോനും കുക്കു പരമേശ്വരനും കൂടെ ഒരു ഓഡിയോ സംഭാഷണം സ്ഥിരം തമാശയാണെന്ന് എനിക്ക് ഇത്രയും നിയമപരമായ പരിജ്ഞാനമൊന്നും ഇല്ല സഹി. നോക്കൂ എന്താണ് പറയുന്നത്. CCTV വിഷ്വൽ ഞാൻ അമ്മ സെക്കൻഡിൽ നിന്ന് മോട്ടിച്ചു കൊടുക്കാൻ എനിക്ക് തലയ്ക്ക് സുഖമില്ലേ. എന്താ പറയുന്നത്? ഐ ഗേവ് ഇറ്റ് ടു മാല, ഷീ ആസ്ക്ഡ് എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു അത് പേഴ്സണൽ ഫോണിലെ ഒരു മെസ്സേജാണ്. നമ്മുടെയൊക്കെ ഫോണിൽ പേഴ്സണൽ ഫോണിൽ നിന്ന് മെസ്സേജ് ലീക്ക് ആകുക എന്നല്ല, ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുക എന്നാ പറയാ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ആ വാർത്ത ചോർത്തി അടിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ന് മാലാ പാർവതി പറഞ്ഞു ഞാൻ ആരാണ് കുക്കു പരമേശ്വരൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു മാലാ പാർവതി ചോദിച്ചു ഞാൻ കൊടുത്തു. ഞാൻ അതാണ് വാർത്ത ചെയ്ത്. മാലാ പാർവതി ചോദിച്ചു ഞാൻ ആ വീഡിയോ കൊടുത്തു. അത് CCTV ദൃശ്യങ്ങളാണ്, വേറൊരു ചാനലാണ് ചെയ്തത്. ഞാൻ അപ്പോഴും ഒരു ചാനൽ CCTV ദൃശ്യം, പിന്നീട് CCTV ദൃശ്യങ്ങളല്ല എന്ന് മാലാ പാർവതി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ ഒരു എഴുതുകയും ചെയ്തു. പിന്നീട് എനിക്കെതിരെ കേസിലും പോയി. അപ്പോൾ ആരാണ് ഇന്ന് മാലാ പാർവതി? ഞാനാണ് മാലാ പാർവതി ചോർത്തിയെന്ന് പറയുന്നത്. എനിക്കതിൻ്റെ പണിയില്ല. അത് പറഞ്ഞേക്കുവാണ് കുക്കും ശ്വേതയാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തത് ഏത് നിലയിലാണെന്ന് എന്ന് വിവരിക്കണം. അതെനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമേ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ
കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ ആളുണ്ട്, കൃത്യമായി പറയാത്ത ആളുകളുമുണ്ട്. ചില ആളുകൾ സഹായിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു, അതും മാത്രം പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഉഷാ ഹസീന കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. BJPയുടെ കാര്യങ്ങൾ മാലാപർവതി പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അൻസിബയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ആദ്യം മുതലുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അത് തുടക്കം മുതൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അൻസിബേനെ എന്നും അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും അന്ന് സംരക്ഷിച്ചവരുണ്ട്. പിന്നീട് അവർ ശത്രുക്കളായി, അന്ന് ശത്രുക്കളായവർ പിന്നീട് മിത്രങ്ങളായ കഥയാണ് ഇതിനുണ്ടായത്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഒരു ജനറൽ ബോഡിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ അതേപടി വന്ന് വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു എന്നുള്ളത് ഒരു ഗുരുതര വീഴ്ചയാണ്. അതാര് പറഞ്ഞാലും സംഘടനാ വിരുദ്ധമാണെന്ന കാര്യത്തിൽ സംശയമില്ല. സംഘടനാ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടി ആലോചിച്ചായിരിക്കും ചെയ്യുന്നത്, വേറെ ആളുകളിലൊക്കെ പിന്തുണയോട് കൂടിയായിരിക്കും ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അന്ന് ജനറൽ ബോഡിയിൽ പല ആൾക്കാരെ മോശമായിട്ട് പറഞ്ഞത്, ഹഡോക് കമ്മിറ്റിയിൽ ആരെയാണ് ഗണേഷ് കുമാറിനെ വെക്കാൻ പാടില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഒരാൾ വരെ ഇന്ന് പത്രസമ്മേളനത്തിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഈ കാര്യത്തിലെല്ലാം ഇവർ ഒന്നിച്ചപ്പം നമുക്ക് സന്തോഷം. അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, താരസംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞു കോടതി കയറിയാൽ റിസീവർ ഭരണം വരും എന്നും അല്ല. ഒരു യൂട്യൂബർ പറഞ്ഞു റിസീവർ ഭരണം വരും എന്നൊക്കെ. എന്താണെന്ന് അറിയില്ല. അപ്പോഴും യൂട്യൂബറിൻ്റെ തലയ്ക്കാണ് വെച്ച്. അത് ഞാൻ അറിയപ്പെടുന്ന അമ്മ ഇത്ര നാൾ നയിച്ച ആളുകളൊക്കെ ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത്, ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. രണ്ട് കൂട്ടരും കോടതിയിൽ പോയാൽ റിസീവർ ഭരണം വരുള്ളൂ. അങ്ങനെ ഭരണം വന്നാൽ പല കാര്യങ്ങൾ വരെ മുടങ്ങും. ഞാനിപ്പോഴും പാവം അമ്മമാരുടെ കഞ്ഞിയിൽ മണൽ വാരി ഇടരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് ഇനി ഇത് സംഘടനാ വിരുദ്ധമാണോ എന്ന് പല അംഗങ്ങളും പറയുന്നുണ്ട്. അത് സംഘടനാ വിരുദ്ധമാണോ എന്ന് അവർ തന്നെ തീരുമാനിക്കണം. എനിക്കത് പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. സംഘടനയിൽ ബൈലോയിൽ ഹഡോക് കമ്മിറ്റി ഇല്ല എന്ന് ഇവരും പറയുന്നുണ്ട്, ശ്വേതയും പറയുന്നുണ്ട്. കോടതി പോയി കൃത്യമായി സ്റ്റേയും വാങ്ങി. പക്ഷേ ശ്വേത അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിൻ്റെ പരിഹാരം ഞങ്ങളുടെ കോടതി ജനറൽ ബോഡിയാണ്, അത് പറയുന്ന കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ശ്വേതാ മേനോനുമാണ് എന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.